സമൂഹത്തിന് നൂതനാശയങ്ങൾ നൽകുന്നവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സാങ്കേതിക സർവകലാശാല ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് സെല്ലിന്റെയും IPR കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ അടിസ്ഥാന മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം സുഘടിതമായി രൂപപ്പെടുത്തിയെടുക്കാനും കൂടുതൽ നൂതനാശയങ്ങളെ പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കാനും ഗവേഷണ ഉത്തരവാദിത്വങ്ങൾ മികവോടെ ഏറ്റെടുക്കാനും സാങ്കേതിക സർവകലാശാലയുടെ ഉദ്യമങ്ങൾക്ക് കഴിയണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സാങ്കേതിക സർവകലാശാല ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് സെല്ലിന്റെയും IPR കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, വ്യവസായം തുടങ്ങിയവയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു വിജ്ഞാന സമ്പദ്ഘടനയിലൂടെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പരിമിതികളെ മുറിച്ചു കടക്കുക എന്നുള്ളത് മാത്രമല്ല, നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി, വ്യവസായം, ആരോഗ്യം, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മപ്രധാന മേഖലകളിലും നിലനിൽക്കുന്ന മൂർത്തമായ പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ ഉത്തരം നൽകാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹിപ്പിക്കുക, അത് സുപ്രധാനമായിട്ടുള്ള ഒരു കടമയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സർവകലാശാല അടുത്ത വർഷം നടത്തുന്ന അന്തർദേശീയ കോൺഫറൻസിന്റെ വെബ്സൈറ്റ് IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആഗോള വിപണി ലക്ഷ്യമാക്കി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന നവീനമായ സംരംഭകത്വ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുക എന്നതാണ് സാങ്കേതിക സർവകലാശാലയുടെ സ്റ്റാർട്ടപ്പ് നയം. അഫിലിയേറ്റഡ് കോളേജുകളുടെ പിന്തുണയോടെ 100 ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ സ്ഥാപിക്കുക, പ്രതിവർഷം 500 സ്റ്റാർട്ടപ്പ് സൃഷ്ടിക്കുക, 10 കോടി രൂപയുടെ വിപണി ഉണ്ടാക്കുക, വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകൾ വിപണിയിൽ വിൽപ്പന നടത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക തുടങ്ങിയവയാണ് മറ്റ് ലക്ഷ്യങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.